എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം. മാവ് കുഴയ്ക്കാണ്ടും അതുപോലെ തന്നെ പരത്താണ്ടൊക്കെ ലിക്വിഡായിട്ടുള്ള മാവ് കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. നല്ല എളുപ്പമാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. 1 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ എണ്ണ. അത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിൽ ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ നമുക്കിങ്ങനെ കട്ടില്ലാണ്ട് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സാക്കി കൊണ്ട് കൊടുക്കുക. ദോശമാവിനെക്കാട്ടും കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കണമെങ്കിൽ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി, അപ്പോൾ കട്ടയൊന്നും കിട്ടില്ല. ഇപ്പോൾ മാവ് നന്നായിട്ട് മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടുക. അതിലേക്ക് 2 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പാൻ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തീ മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ മേലെയുള്ള മാവൊക്കെ ഒന്ന് വെന്തിട്ട് അടിയൊക്കെ ഒന്ന് വിട്ട് വരും. അപ്പോൾ നമുക്കത് തിരിച്ചിടാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം അടിഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വരണം. തീ മീഡിയത്തിൽ തന്നെ ഇട്ടാൽ മതി, കൂട്ടിയിടണ്ട. ഇപ്പോൾ നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം കണ്ട മേലെ ഇങ്ങനെ കുറച്ച് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പാറ്റുല വെച്ചിട്ട് ഇങ്ങനെ പതുക്കേനെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഈ മാവിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ട് ഡ്രൈ ആയാൽ മാത്രമേ ചപ്പാത്തി നന്നായിട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സ്പാറ്റുല വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിക്കൊണ്ടേ വരും. കളറൊക്കെ മാറി നല്ല ചപ്പാത്തിയുടെ പോലെയാവും. ഈ ഒരു സൈഡ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ഈ സൈഡും നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് വെള്ളം ഫുള്ളായിട്ട് വറ്റി നല്ല ഡ്രൈ ആവുള്ളൂ. നന്നായിട്ട് ഡ്രൈ ആയാൽ മാത്രമേ ചപ്പാത്തി നന്നായിട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഡ്രൈ ആവണതിനനുസരിച്ച് ഓരോ സൈഡിലിങ്ങനെ പൊളച്ച് ഇങ്ങനെ വരും. നന്നായിട്ട് ഡ്രൈ ആവണതിനനുസരിച്ച് ഇങ്ങനെ കുറേശ്ശെ പൊന്തി വരും. ഇപ്പോൾ കണ്ട കുറേശ്ശെ ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടുണ്ട്. ഈ ഭാഗം ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടപ്പോൾ കണ്ട ഏതാണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ചപ്പാത്തി പോലെ ആയിട്ടുണ്ട്. ഇനി മേലെ കുറച്ച് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാം. തടവി കൊടുത്തിട്ട് പതുക്കേനെ പ്രസ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചിട്ട് ഈ സൈഡിലും കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവി കൊടുക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പതുക്കേനെ ഒന്ന് പ്രസ് ആക്കുമ്പോഴേക്കും പൊന്തി വന്നു തുടങ്ങും. ഇനി തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വേഗം തന്നെ ഇതാ പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ട നല്ല ചപ്പാത്തി പോലെ നല്ല ബോൾ പോലെ ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, വേഗം തന്നെ ആവും ഇത്. ഇപ്പോൾ കണ്ട നമ്മുടെ ചപ്പാത്തി റെഡിയായി. കഴിക്കാൻ നല്ല സ്വാദുണ്ട്. ചപ്പാത്തി പോലെ തന്നെയുണ്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.